പണ്ടത്തെ കാലത്ത് ആൺകുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുത്തു, പെൺകുട്ടികൾക്ക് അധികം കൊടുക്കേണ്ട, അവൻ ആൺകുട്ടിയല്ലേ, അവൻ അതിലെ പഠിക്കണ്ടേ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പക്ഷേ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു. പെൺകുട്ടികൾ ഇപ്പോൾ ഏത് കമ്പനിയിൽ നോക്കിയാലും അവരായിരിക്കും മെജോറിറ്റി ഓഫ് ദ ലീഡർഷിപ്പ് റോൾ എടുക്കുന്നതും അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. അതേപോലെ കുടുംബവും ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ ആൺകുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവരിപ്പോഴും ആ കംഫർട്ട് സോണിലാണ്. അവർക്ക് കുറേ പ്രിവിലേജസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ബെഡിൽ കിടക്കുന്നു, രാവിലെ അമ്മ കൊണ്ട് ചായ കൊടുക്കും. ആ ചായ കുടിച്ചിട്ട് ചിലപ്പോൾ ഉറുമ്പരിച്ചിരുന്നാലും അവനെ ആരും അത് ചോദ്യം ചെയ്യില്ല. അത് അവിടെ 3 ദിവസം ഇരുന്നാലും അത് അവിടെ തന്നെ ഇരിക്കും, അല്ലേ? അത് അങ്ങനെ എടുത്ത് ഗ്ലാസ് തൊട്ട് കഴുകി കൊടുക്കാനും, ഒരു ഗ്ലാസ് വെള്ളം പോലും ഇരിക്കുന്നിടത്ത് തൊട്ടടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ ആളുകളുണ്ട്. അവനെടുക്കില്ല. അങ്ങനെ ഒട്ടും പ്രിപ്പയർഡ് ആകാതെ കുട്ടികളെ വളർത്തിയെടുക്കുന്നുണ്ട്. അതിപ്പോഴും ചില പേരൻസ് എങ്കിലും അത് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് വലിയൊരു അലാമിംഗ് ആയിട്ട് ഇപ്പോൾ വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറേ റിയലൈസേഷൻ കിട്ടി. ദാറ്റ് നമ്മളങ്ങനെ അടുക്കളപ്പണി ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ല ജീവിക്കുന്നത്. അതിനു പകരം നമുക്കും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്, ഞങ്ങൾക്കും ജീവിക്കാൻ ഈ ഭൂമിയിൽ എല്ലാവരെയും പോലെ അവകാശമുണ്ടെന്നുള്ള ബോധവും വെളിച്ചവും തന്നെ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ചേഞ്ചായി. ആൺകുട്ടികൾ ഇപ്പോഴും അവരുടെ ആ ഒരു കംഫർട്ട് സോൺ അവർക്ക് ഈ ലോകം ബിൽഡ് ചെയ്ത് കൊടുത്ത ഒരു കാര്യമുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മളല്ല ചെയ്യേണ്ടേ. ആൺപിള്ളേർ ചൂലെടുക്കാൻ പാടുണ്ടോ? ആൺപിള്ളേർ പാത്രം കഴുകാൻ പാടുണ്ടോ? ആൺപിള്ളേർ കുക്കിംഗ് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവർ ജീവിച്ചിട്ട് അവരിൽ ആ ചേഞ്ച് കൊണ്ടുവരാൻ അവരും ആഗ്രഹിക്കുന്നില്ല, ഒരു പക്ഷേ അവരുടെ അമ്മമാരും ആഗ്രഹിക്കുന്നില്ല. അതിൽ കൂടെ ആ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന അവരുടെ ജീവിതമാണ്. കാരണം ആ ഒരു ഡിഫറൻസിനെ ഈക്വലായിട്ട് അംഗീകരിക്കാത്തിടത്തോളം കാലം സ്ട്രഗിൾ ചെയ്യുന്ന അവർ മാത്രമായിരിക്കും. ഡിവോഴ്സ് റേറ്റ് കൂടുന്നു. അത് കൂടുതൽ ഡിസിഷൻ മേക്കിംഗ്, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു റിസർച്ചിൽ ഡിവോഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കൂടുതലും പെൺകുട്ടികളാണ് എടുക്കുന്നത്. എന്നിട്ട് അവരത് മൂവ് ഓൺ ചെയ്യാൻ പഠിച്ചേക്കുക. അല്ലാതെ ആൺകുട്ടികളല്ല ഡിസിഷൻ എടുക്കുന്നത്. അവർ മാക്സിമം ഇതിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അവർ തെറ്റുകൾ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളോ ഡിമാൻഡ്സോ എല്ലാം അംഗീകരിക്കാനും ഒക്കെ അവർ റെഡിയാണ്. പക്ഷെ അവിടെ വോയിസ് ഇല്ല. കാരണം അൺലെസ് ആൻഡ് അണ്ടിൽ ഈ ഒരു പാറ്റേണിൽ ചേഞ്ച് വരാതെ. കാരണം ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സർവൈവലിന് വേണ്ടി നമ്മളും പഠിക്കുക, എല്ലാ കാര്യങ്ങളും ഈക്വലി ഒരുമിച്ച് ഫാമിലി കൊണ്ടുപോവുക. കാരണം പെൺകുട്ടികളും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അവരും ലീഡർഷിപ്പ് റോൾസ് കൈകാര്യം ചെയ്യുന്നു, അവരും ഒരുപക്ഷെ അവരെ ആൺകുട്ടികളെക്കാട്ട് ഏൺ ചെയ്യുന്നു. അപ്പം ഇനിയും ആ പഴയ സിസ്റ്റം വരുന്നത്, നമ്മൾ ജോലി ചെയ്തോ സാരമില്ല, എന്നാലും വീട്ടിൽ വന്നിട്ട് എനിക്ക് ചോറും കറികളും ഉണ്ടാക്കണോ, എൻ്റെ അമ്മയുടെ കൂട്ട് മീൻകറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.